അത്തരമൊരു വീഴ്ചകൾ ഉണ്ടായോ എന്ന് പാർട്ടി പരിശോധിക്കും. പക്ഷേ അതിൽ മറ്റൊരു കാര്യം ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുന്നു. VM വിനുവിനെ പോലത്തെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തിൽ ജനിച്ചു വളർന്നു വലുതായ ഒരാൾക്ക് വോട്ടുണ്ടാവില്ല എന്ന് സംശയിക്കേണ്ട യാതൊരു സാഹചര്യവും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അത് അത്ഭുതപ്പെടുത്തുന്നു. കാലം മാറി. ഇന്ത്യയിലും കേരളത്തിലും വോട്ടർ പട്ടികയിൽ പോലും എന്തും സംഭവിച്ച കാലം വന്നിരിക്കുന്നു. ഇത് ഞങ്ങൾക്കൊരു പാഠമാണ്. ഞങ്ങളെ തിരിച്ചറിയും. ദീപക് ധർമ്മടം വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. ദീപക്, VM വിനുവിനെ മുൻനിർത്തി പലയിടങ്ങളിലും പ്രചാരണമടക്കം നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള പ്രചാരണമടക്കം നടന്നതാണ്. അതിനിടയിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായി, പ്രതിസന്ധി ഉണ്ടായി. കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി നേരിടുകയാണ്. ഗൂഢാലോചനാ സിദ്ധാന്തമടക്കം, പാർട്ടി ഉയർത്തിയ ഗൂഢാലോചനാ സിദ്ധാന്തമടക്കം അതിരൂക്ഷമായി കോടതി വിമർശിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. എന്താണ് കോൺഗ്രസ് നേതൃത്വം ഇനി ആലോചിക്കുന്നത്? പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ആലോചനകൾ അതിന് സമാന്തരമായി നടക്കുന്നുണ്ടായിരുന്നു. കോടതിയിൽ നിന്നുകൂടി തിരിച്ചടിയേറ്റതോടുകൂടി ആ നീക്കങ്ങൾ സജീവമാക്കുന്നുണ്ട്. എന്താണ് DCC നേതൃത്വം വിശദീകരിക്കുന്നത്? ദീപക് ധർമ്മടം. TK റിജീത്, അക്ഷരാർത്ഥത്തിൽ വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ വിധിയിലൂടെ വന്നിരിക്കുന്നത്. അതായത് കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ നഷ്ടപ്പെടുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് മൊത്തത്തിൽ കേരളത്തിലെ പ്രചരണത്തിന് തന്നെ തിരിച്ചടിയാകാവുന്ന വിധത്തിലുള്ള ഒരു ജഡ്ജിമെൻ്റാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. കാരണം സ്വന്തം സ്ഥാനാർത്ഥിത്വത്തെ സ്ഥാനാർത്ഥികളുടെ വോട്ട് പോലും ഉറപ്പാക്കാതെയാണോ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഹൈക്കോടതി പോലും ചോദിക്കുമ്പോൾ ഹൈക്കോടതിയെ പോലും ഞെട്ടിച്ചു. ഇതൊക്കെ മാത്രവുമല്ല, CPIM-നെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ UDF നേതാക്കൾ ഒന്നടങ്കം ഉന്നയിച്ചത്. അതിൽ DCC പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാലും മറ്റു നേതാക്കളും സ്ഥാനാർത്ഥി VM വിനു ഉൾപ്പെടെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളെയും പൂർണ്ണമായി റൂൾ ഔട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വിധി വരികയും അത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ പ്രതിസന്ധിയെ മറികടക്കാൻ ഇപ്പോൾ കോൺഗ്രസ് ആലോചിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇത് ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിന് തിരിച്ചടി ആയിട്ടില്ല, UDF-ന് തിരിച്ചടി ആയിട്ടില്ല എന്ന വാദവുമായി മുന്നോട്ട് പോവുക. മറ്റൊന്ന്, VM വിനുവിന് ഒപ്പം നിൽക്കാവുന്ന രീതിയിലുള്ള പൊതു സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കല്ലായി ഡിവിഷനിലേക്ക് ഇറക്കുക എന്നുള്ളതാണ്. അവിടെയുള്ള നിലവിലെ കൗൺസിലർ സുധാമണി, അവിടെ എല്ലാ ജയസാധ്യതയും ഉണ്ടെങ്കിലും അവരെ പരിഗണിക്കാതെ മൊത്തത്തിൽ ഒരു മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഉയർത്തി കാണിക്കാവുന്ന പേരുകളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് സാഹിത്യ നഗരിയായ കോഴിക്കോടിന് സാഹിത്യകാരനായ UDF മേയർ എന്ന മുദ്രാവാക്യവുമായി UK കുമാരനെ കളത്തിലിറക്കാൻ, UK കുമാരൻ നേരത്തെ തന്നെ കോൺഗ്രസ് സഹയാത്രികനായിരുന്നു. UDF ഭരണകാലത്ത് സാഹിത്യ അക്കാദമിയുടെ ചുമതലയിലുമൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. വീക്ഷണത്തിൻ്റെ എഡിറ്റർ ചുമതല വരെ വഹിച്ച ഒരാളാണ്. UK കുമാരനിൽ സമ്മർദ്ദം ചെയ്തു. ഞാൻ അല്പം മുൻപ് UK കുമാരനുമായി സംസാരിച്ചപ്പോൾ നേതാക്കൾ ബന്ധപ്പെട്ടു എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും യെസ് പറഞ്ഞിട്ടില്ല. സംസ്ഥാന നേതാക്കളെ ഇറക്കിക്കൊണ്ട് UK കുമാരനെ സമ്മതിപ്പിക്കാനാണ് ഒരു നീക്കം. മറ്റൊന്ന്, ഹഫീസ് മുഹമ്മദിൻ്റെ പേരും വിനോദ് കോവൂറിൻ്റെ പേരും പരിഗണനയിലുണ്ട്. പക്ഷേ എന്നാൽ അതിലൊന്നും തന്നെ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. ചർച്ചകളിലേക്ക് കടന്നത് UK കുമാരൻ്റെ കാര്യമാണ്. മറ്റൊന്ന്, ഷേർ സിംഗ്, അതായത് രത്നസിംഗിൻ്റെ മകൻ ഷേർ സിംഗുമായി ചർച്ച നടത്തിയിരുന്നു. ഈ മാറിയ സാഹചര്യത്തിൽ ആ ചർച്ച വീണ്ടും നടത്താൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ UK കുമാരന് തന്നെയാണ് കോൺഗ്രസ് മുന്തിയ പരിഗണന നൽകുന്നത്. അദ്ദേഹം തയ്യാറാവുകയാണെങ്കിൽ, തയ്യാറാക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ UK കുമാരനായിരിക്കും സ്ഥാനാർത്ഥി. ഏതായാലും VM വിനുവിന്റെ പേരില്ല എന്ന് കണ്ടതോടുകൂടി കോൺഗ്രസ് നേതൃത്വം അത് പരിശോധിച്ചില്ലേ എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വന്നതാണ്. പക്ഷേ അപ്പോഴൊക്കെ ഇത് കോൺഗ്രസ് നേതൃത്വം പരിശോധിച്ചില്ലേ എന്നുള്ള ചോദ്യമാണോ നിങ്ങൾ ഉയർത്തുന്നത്? ഇത് ഇലക്ഷൻ പ്രോസസ്സിനകത്ത് സംഭവിക്കുന്ന ഗുരുതരമായ വീഴ്ചകളും പ്രശ്നങ്ങളും ക്രമക്കേടുകളും എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ള രാഷ്ട്രീയമായ കാര്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ജില്ലയിൽ പലയിടത്തും, കോർപ്പറേഷനിൽ പലയിടത്തും ഇത്തരത്തിൽ വ്യാപകമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകളുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് VM വിനുവിനെ തന്നെ മുൻനിർത്തിക്കൊണ്ട് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനാ സിദ്ധാന്തത്തിനോ റോളില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതിയുടെ അതിരൂക്ഷ വിമർശനം ഉണ്ടാകുന്നത്. പ്രചാരണത്തിലടക്കം ഒരു രാഷ്ട്രീയ തിരിച്ചടിയാണല്ലോ ദീപക് ധർമ്മടം. റിജിത്ത്, അതുതന്നെയാണ് പ്രചാരണത്തിൽ. ഇത് കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമല്ല, കേരളത്തിൽ തന്നെ കോൺഗ്രസ് UDF ഇങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് എന്നുള്ള നിലയിൽ ചർച്ചയാകാൻ ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് വിധി വരുന്നു എന്നുള്ളതാണ്. കാരണം കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ 2 സ്ഥാനാർത്ഥികളാണ് വോട്ടില്ലാത്തതിൻ്റെ പേരിൽ മാറ്റേണ്ടി വന്നത്. അതൊന്ന് മെഡിക്കൽ കോളേജ് സൗത്ത് ഡിവിഷനിലാണ്. ആ ഡിവിഷനിലേക്ക് പുതിയ സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. VM വിനുവിന് പകരം കല്ലായിലേക്കുള്ള സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഏതായാലും ഈ വിധിയുടെ ആക്കം വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ്. കാരണം അതിലൊന്ന്, ഈ സ്ഥാനാർത്ഥിത്വം നൽകുന്നവർക്ക് വോട്ടുണ്ടെന്നുള്ള പ്രാഥമിക പരിശോധന പോലും നടത്തുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് DCC പ്രസിഡന്റിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യം ചോദിച്ചപ്പോൾ അത് പരിശോധിക്കും,
ആ ചോദ്യത്തിനുള്ള മറുപടി അങ്ങനെയായിരുന്നു, ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും, അതിൽ നടപടി ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് DCC പ്രസിഡന്റ് നൽകുന്നത്. കാരണം അങ്ങനെയല്ലാതെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നേതാക്കൾ DCCക്ക് നൽകിയ നിർദ്ദേശം. സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഈ വിഷയത്തിൽ ഓരോ നീക്കങ്ങളും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ദീപക് കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. VM വിനുവിന് മത്സരിക്കാൻ കഴിയില്ല എന്ന് വന്നതോടുകൂടി മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം. UK കുമാറുമായി അടക്കം നേതാക്കൾ ബന്ധപ്പെട്ട് കഴിഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.